നമസ്കാരം. പാത ഒഴിപ്പിക്കാമെന്ന വിശ്വാസത്തിന്റെ മറവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ജ്യോത്സ്യനും മന്ത്രവാദിയുമായ ആൾക്കെതിരെ പോക്സോ ചുമത്തി പോലീസ് കേസെടുത്തു. കൊല്ലം പുത്തൂർ മേഖലയിലാണ് സംഭവമുണ്ടായത്. VS മുരാരി തന്ത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന രാജൻ ബാബു എന്നയാളാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നേരിടുന്നത്. വിശ്വാസവും ഭീതിയും ചേർന്ന അന്ധവിശ്വാസത്തിന്റെ ഇരയായാണ് ആ 16-കാരി മാറിയത്. സംഭവത്തിന് പിന്നാലെ പ്രതി ഒളിവിൽ പോയതോടെ പ്രദേശത്ത് ശക്തമായ പ്രതിഷേധവും വ്യാപകമായ ആശങ്കയും ഉയർന്നുണ്ട്. പോലീസ് പറയുന്നത് പെൺകുട്ടിയും അമ്മയും മുൻപ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് രാജൻ ബാബുവിന്റെ വീട്ടിലെത്തിയിരുന്നു. പെൺകുട്ടിയുടെ ശരീരത്തിൽ ബാധ കയറിയതാണ് ഇവരുടെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അത് മന്ത്രവാദത്തിലൂടെ ഒഴിപ്പിച്ചു നൽകാമെന്നും രാജൻ ബാബു ഇവരെ വിശ്വസിപ്പിച്ചു. ഇതേ തുടർന്നാണ് ഞായറാഴ്ച ഇവർ അരീക്കലിലെ മന്ത്രവാദിയുടെ വീട്ടിലേക്ക് എത്തിയത്. രാവിലെ 11 മണിയോടെ എത്തിയവർക്ക് 3 മണിയോടെയാണ് കാണുവാൻ അവസരം ലഭിച്ചത്. ജ്യോത്സ്യൻ പെൺകുട്ടിയെ മാത്രം ഉള്ളിലേക്ക് കൊണ്ടുപോയി. 2 മണിക്കൂറിലേറെ കഴിഞ്ഞിട്ടും മകൾ പുറത്തേക്ക് വരാത്തതിനാൽ അമ്മ അകത്തു ചെന്ന് നോക്കിയപ്പോഴാണ് കുട്ടി കരഞ്ഞുകൊണ്ട് തനിക്കുണ്ടായ ദുരനുഭവം പറഞ്ഞത്. സംഭവം പുറത്തറിഞ്ഞതോടെ ആളുകൾ പ്രതിഷേധവുമായി വീടിന് മുന്നിൽ തടിച്ചുകൂടി. ബഹളത്തിനിടെ രാജൻ ബാബു സ്ഥലം വിട്ടുവെന്നും ഇയാൾ ഉടൻ പിടിയിലാകുമെന്നുമാണ് പുത്തൂർ SHO C ബാബു കുറിപ്പ് പറഞ്ഞത്. പരാതിക്കാരിയായ അമ്മയുടെ മൊഴിപ്രകാരം ജ്യോതിഷ പ്രശ്നത്തിനായി അമ്മയും മകനും മകളുമായി മുരാരിയുടെ വീട്ടിലെത്തുകയായിരുന്നു. അമ്മയെയും മകനെയും പുറത്തിരുത്തിയ ശേഷം പെൺകുട്ടിയെ അകത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് കുറച്ചു സമയത്തിനു ശേഷം ദേഹോപദ്രവത്തിന് ശ്രമിച്ചു എന്നാണ് പരാതി. ഇതോടെ പെൺകുട്ടി ഇറങ്ങി ഓടി അമ്മയുടെ അടുത്തേക്ക് എത്തുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. ഇതിനിടയിലാണ് മുരാരി വീടിന്റെ പുറകുവശത്തെ വാതിലിലൂടെ രക്ഷപ്പെട്ടത്. ഉടൻ തന്നെ ബന്ധുക്കളെയും നാട്ടുകാരെയും വിവരം അറിയിച്ചതിന് പിന്നാലെ പോലീസിന് പരാതി നൽകുകയായിരുന്നു. സംഭവം പുറത്തു വന്നതോടെ നാട്ടുകാർ കൂട്ടത്തോടെ തന്ത്രിയുടെ വീട്ടുപരിസരത്തെത്തി. വീടും സമീപ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രതിയെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നുമാണ് അറിയിച്ചത്. പെൺകുട്ടിയും മാതാവും 2ാം തവണയാണ് ഈ അരിക്കലിലെ ഇയാളുടെ വീട്ടിൽ ജ്യോതിഷ സംബന്ധമായി എത്തിയത്. പെൺകുട്ടിക്ക് ബാധ കയറിയതാണെന്നും ഒഴിപ്പിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നുമാണ് ഈ രാജൻ ബാബു ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. ഇതിൻ പ്രകാരമാണ് കഴിഞ്ഞ ദിവസം 11 മണിയോടുകൂടി ഈ അരീക്കലിലെ വീട്ടിലെത്തിയ ഇവർ ടോക്കൺ എടുത്ത് കാത്തിരുന്നത്. 3 മണിയോടെ പെൺകുട്ടിയെ ഇയാൾ ഉള്ളിലേക്ക് വിളിപ്പിച്ചു. അമ്മ പുറത്തിരുന്നാൽ മതിയെന്നും പറയുകയായിരുന്നു. ഏറെ സമയം കഴിഞ്ഞിട്ടും മകളെ കാണാതായതോടെയാണ് അമ്മ അന്വേഷിച്ചുകൊണ്ട് ചെന്നത്. തുടർന്നാണ് ഈ ദുരനുഭവം പങ്കുവച്ചത്. ഈ സംഭവം പുറത്ത് അറിഞ്ഞതോടെ ഈ വീടിന് മുന്നിൽ പ്രതിഷേധവുമായി പെൺകുട്ടിയുടെ ബന്ധുക്കൾ അടക്കമെത്തി. ഇതിനിടയിൽ പുറകുവശത്തെ വാതിൽ കൂടി ഇയാൾ സ്ഥലം വിടുകയായിരുന്നുവെന്നാണ് സംഭവത്തെക്കുറിച്ച് പോലീസ് പറഞ്ഞത്. തന്ത്രങ്ങൾ പലതും പഠിച്ച ആളാണ്. എല്ലാ പാട്ടുകൾക്കും ചുണ്ടനക്കി വീഡിയോ പിടിച്ച് ആളുകളെ കയ്യിലെടുക്കുവാനും മിടുക്കുണ്ട്. എന്തായാലും ഇവിടെ തന്ത്രം ചെറുതായിട്ടൊന്ന് പാളുകയായിരുന്നു. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ പുത്തൂർ വെണ്ടാർ അഭിനവ ജ്യോത്സ്യൻ മുരാരി പണ്ട് ഓട്ടോ ഡ്രൈവറൊക്കെയായിരുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ പൂജാ കർമ്മങ്ങളെക്കുറിച്ചും ജ്യോതിഷ കർമ്മങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോകളിലൂടെയും റീൽസുകളിലൂടെയും ഒക്കെ ഇയാൾ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലെ തിളക്കവും പ്രശസ്തിയും കണ്ട് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നൊരു വലിയ പാഠമാണ് ഈ മുരാരി തന്ത്രി എന്ന രാജൻ ബാബുവിനെതിരെയുള്ള കേസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആത്മീയതയുടെയും മന്ത്രവാദത്തിന്റെ മറവിൽ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ച് അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ബാധ ഒഴിപ്പിക്കാനെന്നോ ഐശ്വര്യം കൊണ്ടുവരാമെന്നോ പറഞ്ഞുകൊണ്ട് നടത്തുന്ന അസ്വാഭാവികമായ പൂജകളിലും ആചാരങ്ങളുമൊക്കെ വഞ്ചിതരാകാതിരിക്കുക. റീൽസുകളിലൂടെയോ വീഡിയോകളിലൂടെയോ ഒക്കെ ഒരാൾ നൽകുന്ന ആത്മീയ പരിവേഷം അവരുടെ സ്വഭാവ ഗുണത്തിന് തെളിവല്ലെന്നത് മനസ്സിലാക്കുക. പൂജകൾക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ വേണ്ടി സ്ത്രീകളെയോ കുട്ടികളെയോ തനിച്ച് വിടാതിരിക്കുക. ഇത്തരം സ്ഥലങ്ങളിൽ എപ്പോഴും ജാഗ്രത പുലർത്തണം. സ്വാഭാവികമായ പെരുമാറ്റമോ ചൂഷണ ശ്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ കേരള പോലീസിനെയോ ചൈൽഡ് ലൈനിലോ വിവരം അറിയിക്കുക. സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണങ്ങളിൽ വീഴാതെ വിവേകത്തോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇത്തരം ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏക പോംവഴി.